ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ആക്ച്വലി ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം നമുക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണ്ണീറ്റത്. ക്ലാസ് ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം എന്നും ക്ലാസ്സാണ്. ഞങ്ങൾ വിചാരിക്കുന്നു കേരളത്തിൽ പോലും ഇത്രയും ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് പോയി കറങ്ങാം, കാണാം. ഇതുവരെ ലാറ്റ്വിയ വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ജാക്കറ്റ്സ്, ബൂട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ന്യൂയോർക്കറിൽ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അക്രോപോളിലൂടെ കറങ്ങിയിട്ട് വരാം. അക്രോപോൾ ഇവിടുത്തെ ഒരു മാളാണ്, വലിയൊരു മാളാണ്. അപ്പം അവിടെയും പോയി കറങ്ങിയിട്ട് നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം പോകാനുള്ള ബസ് വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ 22 ബസ് നമ്പറിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന ബസ്സിന് വലിഞ്ഞു കയറി പോകാം അങ്ങനൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ ആ 22 മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഗൈസ്, ഞങ്ങളുടെ ബസ് വന്നിരിക്കുന്നു. അപ്പം ഇതിലോട്ട് കയറി ഞങ്ങൾ പുറത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സെൻട്രലിൽ പോകാൻ വേണ്ടിയിട്ട് ഔത്തൂസ്റ്റയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന സ്ഥലപ്പേരാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. പിന്നെ എല്ലാ ബസ്സിലും എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് കണ്ടുപിടിച്ച് വരുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഔത്തൂസ്റ്റേന്ന് നേരെ സെൻട്രലിലോട്ട് പോകാൻ വേണ്ടി നടക്കുക. ആക്ച്വലി അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ മതി, പക്ഷെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ടണലിൽ കൂടെ ഒക്കെ പോയതാകുമ്പോൾ സിഗ്നലൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ മ്യൂസീഷ്യൻസ് ലൈക്ക് വയലിനൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷെ പുള്ളി എന്തോ ബിസി, അധികം സൂം ചെയ്തിൽ അടി കിട്ടിയാലോ. നമ്മുടെ നാട്ടിൽ നല്ല അടി കിട്ടൂല, ഇവിടെ വന്ന് വാങ്ങണ്ടല്ലോ. അങ്ങനെ നമ്മൾ റിമി, ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഇവിടെ A to Z സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തിലൊന്ന് കയറി കുറച്ച് സാനിറ്ററി കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ജസ്റ്റ് ഇങ്ങനെ അവിടെ കൂടെ എല്ലാം നടന്നൊന്ന് നോക്കി. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി, ജസ്റ്റ് കണ്ടിരിക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ നോൺ വെജ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റംസ്. അതിൻ്റെ അകത്ത് ഈ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ഇതിന് എല്ലാത്തിനും 100 രൂപ മുകളിലോട്ടെല്ലാം വരും. കാരണം മീൻസ് ഇവിടുത്തെ €1, €2, അങ്ങനെ €5 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ഇതൊക്കെ ബിൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടു. അതിൽ കൂടെ ഒക്കെ നടന്നിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ക്യൂ ഒന്നും നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കറിലെത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ ജാക്കറ്റ് വാങ്ങാനാണല്ലോ മെയിനായിട്ട് ഇറങ്ങിയത്. അവിടെ ചെന്ന് കയറി കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ കയ്യിൽ അതിന് മാത്രമുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജാക്കറ്റ് തപ്പി നടക്കുകയായിരുന്നു. ഞാൻ കേരളത്തിൽ ഡെക്കാത്ലോണിൽ നിന്നൊരു ജാക്കറ്റായിട്ടാണ് വന്നത്. പക്ഷെ അതിപ്പം ഇനിയും പറ്റത്തില്ല. ഇതുവരെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇനിയും തണുപ്പ് കൂടും, അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ വായി നോക്കിയൊക്കെ നടപ്പുണ്ടായിരുന്നു. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ പൊന്നും അതിന് ഒടുക്കത്തെ വെയിറ്റാണ്. പക്ഷേ ഇതൊക്കെ ഇട്ടാലേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വെതറി അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണും കാണുന്നില്ല. എനിക്ക് ജാദുവിനെ ഓർമ്മ വന്നത്. പിന്നെ സാധനമൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഇറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. പിന്നെ കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് സാധനം എടുത്തു, ഇറങ്ങി. പിന്നെ അവിടെ കൂടെ നടന്ന് കുറേ സമ്മർ ഡ്രസ്സൊക്കെ നോക്കുമായിരുന്നു. അവളും എന്തൊക്കെയൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു, കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പം സമ്മർ ഡ്രസ്സിന് വിലക്കുറവാട്ടോ. ഇവിടെ €1, €2 നല്ല ഡ്രസ്സ് കിട്ടും. കാരണം ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് സമ്മർ ഡ്രസ്സിനൊക്കെ വില കുറഞ്ഞു. പിന്നെ അവൾ എന്തൊക്കെയോ ജാക്കറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഈ പുല്ല് പോലെ എന്തോ ബാക്കിലിരിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പം നെക്സ്റ്റ് നമ്മൾ ലാറ്റ്വിയയിലെ തന്നെ ഏറ്റവും വലിയ മാളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ബസ്സിൽ വലിഞ്ഞ് കയറി. അങ്ങനെ ഞങ്ങൾ അക്രോപോൾ ആൽഫ വലിയ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരുപാട് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഇത്രയും വലിയൊരു മുകളിലോട്ട് കയറാൻ പോവാണ്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ലുലു മോളിലൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഡോർ ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പേടിച്ചു പോയി, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലായി പോകുമെന്ന്. തണുപ്പ് അകത്തേക്ക് കയറാതിരിക്കാനുള്ള ഇവരെ ഒരു സെറ്റപ്പ്. അക്രോപോൾ ആൽഫയിൽ എത്തിയിരിക്കുകയാണ്. വലിയ ലാറ്റ്വിയയിലെ തന്നെ ഏറ്റവും വലിയ മോളാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ H&M ചെന്ന് കയറി. ജസ്റ്റ് കളക്ഷനൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, ഇപ്പം അല്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പം വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ നോക്കി വന്നപ്പോൾ അവിടെ ഞാനാണെങ്കിൽ ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കണ്ടേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു.
പിന്നെ അതിൽ കൂടെ നമ്മളിങ്ങനെ കുറേ നടന്നു. കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ, അവിടെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അവിടുത്തെ തിയേറ്ററാണ്. ഇവിടെ ലോക ഫിലിമൊക്കെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നാൽ കണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് അവിടെ. നമുക്ക് കുറേ ആൾക്കാർ, നല്ല തിരക്കുണ്ട്. പിന്നെ ഇതൊരു സ്പോർട്സ് ഷോപ്പാണ്. പിന്നെ അതും ജസ്റ്റ് നോക്കി വെച്ചേക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയാലും. അപ്പം നമുക്കിപ്പം വിശന്നിട്ട് വയ്യ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. അപ്പം നമ്മൾ ഹുസ്ബർഗറിൽ കയറി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ, ആകെപ്പാടെ വിശന്നിരിക്കുക. അങ്ങനെ ഹുസ്ബർഗറിൽ കയറി നമ്മൾ നമുക്കുള്ള സ്നാക്സ് ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മളിനി കഴിക്കാൻ പോവാണ്, വിശന്നിരിക്കുക. അപ്പോൾ ബർഗർ കഴിച്ച് ഷോ ഇട്ടതാണ്, പക്ഷെ കണ്ണാപ്പി ആയിപ്പോയോ എന്നൊരു ഡൗട്ട്. അവളും കഴിച്ചു, ഷോ ഇട്ട് കഴിച്ചതാണ്, രണ്ടുപേരുടെയും ഒത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് അക്രോപോൾ ആൽഫയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വണ്ടി പിടിക്കണം. ലേറ്റായി ഓൾറെഡി ടൈം. ഇവിടെ സത്യം പറഞ്ഞാൽ 6:30 ആയതേ ഉള്ളൂ. പക്ഷേ ഇരുട്ട് കണ്ടാത്തോന്നും നമ്മുടെ നാട്ടിലൊരു 9 മണി 10 മണി ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തണുത്തിട്ട് വയ്യ. ഞാൻ ആ ജാക്കറ്റ് ഇട്ടിട്ട് വരെ എനിക്ക് തണുക്കുക. അവൾക്ക് തണുത്ത് വിറയ്ക്കുക. അവളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ആ ജാക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവൾക്ക് പറ്റത്തില്ല. പക്ഷെ അവൾ ഏറ്റവും സാരം ഇപ്പോൾ തണുത്ത് പണ്ടാരടങ്ങിയിട്ട് നിൽക്കുക. പാവം വായിക്കൂടെ പുകയൊക്കെ പോകുന്നുണ്ട്, തണുത്ത് വിറച്ച് പണ്ടാരടങ്ങി നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി കാണാം. ഓക്കെ, ബൈ.